SIR നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണല്ലോ സംസ്ഥാനത്ത്. തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുൻപ് ഈ പരിപാടികളൊക്കെ ചെയ്ത് അവസാനിപ്പിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം നടത്തുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഹിയറിംഗ് നടപടികൾ ഇന്ന് അവസാനിക്കുന്നത്. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിൽ 122 മണ്ഡലങ്ങളിലും ഹിയറിംഗ് 100% പൂർത്തിയായി. ഈ മാസം 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഹാൻസെ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്നു. ഹാൻസെ, ഗുഡ് മോർണിംഗ്. ഈ എല്ലാവരുടെയും ഹിയറിംഗ് ഒക്കെ പൂർത്തിയാക്കി ഈ മാസം തന്നെ വോട്ടർ പട്ടിക പുറത്തിറക്കാനാണ് ലക്ഷ്യമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. പരമാവധി ആരും വോട്ടർ പട്ടികയ്ക്ക് പുറത്തു പോകരുതെന്നാണ് താല്പര്യമെന്നും ഒക്കെയും പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ, എത്ര പേർ പട്ടികയ്ക്ക് പുറത്തായി, വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും അവസാനമുള്ള ഒരു പ്രൊസീജിയർ, അതാണ് ഹിയറിംഗ് നടപടികൾ. അത് ഇന്ന് പൂർത്തിയാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഹിയറിംഗ് നടപടികളുടെ ഭാഗമായി 36 ലക്ഷത്തിലധികം ആളുകൾക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. ഇതിൽ 90% ആളുകളുടെയും ഹിയറിംഗ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 4 ജില്ലകളിൽ 1% താഴെ മാത്രമാണ് ഹിയറിംഗ് നടപടികൾ പൂർത്തിയാകാനുള്ളത്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും 100% ഹിയറിംഗ് പൂർത്തിയായി. നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ ഇന്നലെ വരെ 122 നിയോജക മണ്ഡലങ്ങളിൽ ഹിയറിംഗ് നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഹിയറിംഗ് നടപടികളുടെ കാലഘട്ടത്തിൽ കുറച്ചുപേർ ഈ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. മരിച്ചവർ, വിദേശ പൗരത്വം സ്വീകരിച്ചവർ, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറിപ്പോയവർ എന്നിങ്ങനെ ഒരു 39,297 പേർ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. 24 ലക്ഷത്തിൽ കൂടുതൽ കഴിഞ്ഞ തവണ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 24 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഉള്ള ആളുകളാണ് കൂടുതലായി പുറത്താക്കപ്പെട്ടിട്ടുള്ളവരാണ് ഈ 39,000 പേര്. എന്തായാലും ഇന്ന് ഹിയറിംഗ് നടപടികൾ പൂർത്തിയാകും. 21-ന് അഥവാ ഒരാഴ്ചയ്ക്ക് ശേഷം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്.